Hello friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബെറിയപ്പുമായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഓട്സ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ഈ ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ കുറച്ച് ഗീ ആക്കിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ, നിങ്ങൾക്ക് കാഷ്യൂനട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാനിത് വറുത്തെടുക്കുന്നതേ ഉള്ളൂ. ഇതിപ്പം ഗീ ആക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക്. പിന്നെ വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്ട്രോബെറി, മാംഗോ ആൻഡ് ആപ്പിളാണ്. അപ്പോൾ ഇത് ഏത് തരം ഫ്രൂട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നട്ട്സായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കാഷ്യൂനട്ടും ആൽമണ്ടും ആണ്. പിന്നെ ഓട്സ്, പിന്നെ യോഗേട്ട്. ഇതിപ്പോൾ ഞാൻ ഫ്ലേവേർഡ് യോഗേട്ട് വാങ്ങിയതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് പ്ലെയിൻ യോഗേട്ടിൽ, അതായത് അധികം പുളിയൊന്നും ഇല്ലാത്ത യോഗേട്ടിൽ കുറച്ച് ബെറീസിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രോബെറിയും ബ്ലൂബെറിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് സ്ട്രോബെറീൻ്റെ എസൻസോ അല്ലെങ്കിൽ സ്ട്രോബെറി ജാമോ അല്ലെങ്കിൽ സ്ട്രോബെറീൻ്റെ സിറപ്പ് ഉണ്ടാവുമല്ലോ, അതൊക്കെ പ്ലെയിൻ യോഗേട്ടിൽ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഫ്രഷ് സ്ട്രോബെറി വാങ്ങിയിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് യോഗേട്ടിൽ ചേർത്ത് മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ കുറച്ച് ഷുഗറോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇങ്ങനത്തെ പ്ലെയിൻ യോഗേട്ടോ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ ഷുഗറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ തേരിന് എന്തായാലും ചെറുതായിട്ടുള്ള ഒരു പുളി ഉണ്ടാവുമല്ലോ, അതൊക്കെ അങ്ങ് മാറി കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ബെറിയപ്പിൽ പുളിയൊക്കെ വന്നാൽ നമുക്ക് അത് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നില്ല. അപ്പോൾ ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. അങ്ങനെ ആക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഫ്ലേവേർഡ് യോഗേട്ട് വാങ്ങാം. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഫ്ലേവേർഡ് യോഗേട്ടിന് നല്ല ടേസ്റ്റി ആയിരുന്നു, പക്ഷേ കുറച്ച് കളറ് കുറവാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് സ്ട്രോബെറിയിലേക്ക് കുറച്ച് പിങ്ക് കളറും ബ്ലൂബെറിയിലേക്ക് കുറച്ച് അതിൻ്റെ ഒരു വയലറ്റ് കളറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. അത് ഏത് ഫ്ലേവറിലുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലുള്ളൊരു OHP ഷീറ്റ് ഈ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചതാണ്. ഇതിങ്ങനെ സാധാരണയായിട്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഗ്ലാസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് കിട്ടുമല്ലോ, ജ്യൂസൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ, അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൽ സെറ്റ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഗ്ലാസ്സിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിനി എങ്ങനെയാണ് ബെറിയപ്പ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഷീറ്റ് ഇങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ആദ്യം തന്നെ ഞാൻ നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ലെയറാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ് നല്ലത്. ആദ്യം തന്നെ ഐസ്ക്രീമും യോഗേട്ടൊക്കെ ഇട്ട് കൊടുത്തതെങ്കിൽ പെട്ടെന്ന് താഴേക്ക് ലീക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നട്ട്സും ഓട്സൊക്കെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഈ ഐസ്ക്രീം ഒഴിവാക്കാം കേട്ടോ. അതിന് പകരം യോഗേട്ട് മാത്രമേ യൂസ് ചെയ്യാം. അപ്പം ഐസ്ക്രീമും കൂടെ വരുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയറായിട്ട് ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരം ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് മുകളിലായിട്ട് ഞാനിപ്പം സ്ട്രോബെറി യോഗേട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിൽ കുറച്ച് കോൺഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ ഫലൂദയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. പിന്നെ അതിന് മുകളിൽ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അങ്ങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുകളിൽ കുറച്ച് ബ്ലൂബെറി യോഗേട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഫ്ലേവർ മതി, പക്ഷേ ഇത് കാണാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ രണ്ട് കളറിലുള്ളതൊക്കെ ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ വീണ്ടും കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറി സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ കുറച്ച് വാനില ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് മുകളിൽ കുറച്ച് സ്ട്രോബെറി സിറപ്പ്. അപ്പോൾ നമ്മുടെ ഒരു ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മളിവിടെ വെച്ചിട്ടുള്ള ആ ഷീറ്റ് നമുക്ക് മെല്ലെ അതിൻ്റെ മുകൾ ഭാഗം പിടിച്ച് ഇങ്ങനെ മെല്ലെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. ഇനി വേറൊരു ബെറിയപ്പ് കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ മാംഗോ ഫ്ലേവറിലുള്ള യോഗട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ച മുന്തിരി ഉണ്ടാവും, അതും കൂടി ഇതിലേക്ക് ഫ്രൂട്ട്സായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓട്സും നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിൽ കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നേരത്തെ വാനിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, പക്ഷെ ഇപ്പം സ്ട്രോബെറി ഫ്ലേവറാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഐസ്ക്രീമൊക്കെ ഒഴിവാക്കിയിട്ട് വെറും യോഗട്ടിൽ മാത്രം ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. ഇവിടെ മക്കൾക്കൊക്കെ ഐസ്ക്രീം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിന് മുകളിൽ ഇനി കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിൽ കുറച്ച് മാംഗോ ഫ്ലേവേർഡ് യോഗട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും ഏതെങ്കിലും ബെറീൻ്റെ ഫ്ലേവറിലുള്ള യോഗട്ട് മതി കേട്ടോ. അപ്പോൾ ഇതൊരു കുറച്ച് കളർഫുൾ ആകാനും അതുപോലെ തന്നെ കുറച്ചൊരു ടേസ്റ്റ് ഡിഫറൻറ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി കുറച്ച് സ്ട്രോബെറി സിറപ്പ്, പിന്നെ കോൺഫ്ലേക്സ്, ഇനി കുറച്ച് ബ്ലൂബെറി യോഗട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സ്, ഓട്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് സ്ട്രോബെറി യോഗട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ കുറച്ച് സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചാൽ ഈ ബെറിയപ്പ് ഇവിടെ റെഡിയായി. നമുക്ക് ഈ ഷീറ്റൊന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.